നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ രാധേച്ചി ഒന്ന് കാണാൻ വന്നതാ. അല്ല, അവളെ കാണാൻ നീ ഈ വർഷത്തിൽ എന്തിനാ വന്നത്? ഞാൻ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഓ അങ്ങനെ മനോഹര, അതിനെ സന്യാസം സ്വീകരിച്ചത് സീതേച്ചിയാ, അല്ലാതെ രാധേച്ചിയല്ല. അതെനക്കറിയാം. ഈ കൊട്ടിലപ്പാട്ട് തറവാട് ആശ്രമാക്കാൻ പോകണല്ലോ. അപ്പൊ സ്വാമിമാരെ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ രാധേച്ചിനെ കാണാൻ വന്നതാ. എടാ ഈ തോന്നുമ്പോ ആളെ കയറ്റാനേ ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, സ്ഥാപിക്കാൻ പോകുന്ന ആശ്രമമാ. അതൊക്കെ എനിക്കറിയാം. എന്റെ ആഗ്രഹ സബലീകരണമാണിത്. കൊട്ടിലപ്പാട്ട് തറവാടിൽ ഉറങ്ങി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എങ്ങനെ ഒരു ജില്ലക്കകത്തിലെ ആള് നിറച്ചുണ്ടായില്ലേ? അച്ഛൻ, അമ്മ, അമ്മാമൻ, അമ്മായി ഒന്നും പറയണ്ട. സ്വാമിമാരായാല് എല്ലാ സ്വാമിമാരും ആരും ഒരു സ്വാമിയായി ഉറങ്ങി എന്റെ ശിഷ്ടകാലം ഞാൻ അങ്ങനെ കഴിഞ്ഞു കൊടുക്കും. അച്ഛൻ എങ്ങനെങ്കിലും പറഞ്ഞു അഡ്മിഷൻ ശരിയാക്കി തരണം. മനോഹര, ഈ തറവാടുണ്ടല്ലോടാ, എന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ വീർപ്പിന്റെ ഫലവാടാ. അപ്പന്റെ അപ്പൂപ്പന്റെ വേർപ്പിന്റെ പലരും നാട്ടുകാർ കൊണ്ടുപോകും. മനോഹര, നീ ഇത് ആരോടാ പറയുന്നതെന്ന് അറിയാവോ? എടാ, സ്വന്തം തറവാട് കൈവിട്ട് പോകുന്നു അറിഞ്ഞ് നെഞ്ചു കലങ്ങി ഒരു തുള്ളി കണ്ണീര് ഭൂമിയിലോട്ട് വീഴ്ത്തണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ ഇത് ആരെന്നറിയോടാ നിനക്ക്? ഇതെന്റെ അച്ഛൻ. അല്ല, എന്റെ മുതലാളിന്റെ അച്ഛനാണല്ലോ, അത് എന്റെ അച്ഛൻ തന്നെ. ഒരു അഡ്മിഷൻ ശരിയാക്കി തരണം അച്ഛ. അല്ല മനോഹര, നീ ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറയുന്നത് നീ എന്ത് പറയേണ്ടത്? ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. അല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മനോഹര നിക്ക്, ഞാൻ പറയട്ടെ. അതല്ലെന്നേ. അതല്ല മനോഹര, നിക്ക്. ഈ വീട്ടിലെ നിന്റെ അവസാനത്തെ ചായ കൂടി ആടി രാധാലക്ഷ്മി. നിന്റെ പ്ലാൻ എന്തൊക്കെയാന്ന് അറിയാടി എനിക്ക്. ഞാൻ എന്തിനും തയ്യാറായിട്ടായിരിക്കണേ സാറാന്ന്. മനോഹരൻ, ഞാൻ പറയുന്നത് കേക്ക്. രാധേച്ചി, എന്താടാ രാധേച്ചി തുടങ്ങുന്ന ആശ്രമം മിക്സഡ് ആണോ പെണ്ണുങ്ങൾക്കുള്ളതാണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ആശ്രമത്തിൽ അഡ്മിഷൻ ശരിയാക്കി തരണം. അഡ്മിഷനോ? ഇതെന്താ കോളേജ് അഡ്മിഷൻ പോലെയാണോ നിന്റെ വിചാരിച്ചേ? രാധേച്ചി, ഇനി എന്റെ ശിഷ്ട ജീവിതം ആത്മീയതയിലേക്ക് ഞാൻ കൊടുക്കുന്നു. ആയിക്കോട്ടെ, ഒരു അഡ്മിഷൻ വേണം രാധേച്ചി. എന്റെ പൊന്നു മനോഹര, ഇവിടെ ഒരാശ്രമവും വരാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസം ഇറക്കി രാധേച്ചി പറയുന്ന. രാധേച്ചിയുടെ ആശ്രമം വരുന്നതെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കും അല്ലേ രാധേച്ചി? പിന്നല്ല. അങ്ങനെയാണെങ്കിൽ മനോഹരൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ആശ്രമം തുടങ്ങുവോ ഇല്ലയോ എന്ന്. 5 മിനിറ്റ് കൊണ്ട് എന്ത് വിസ്മയം ഉണ്ടാവാനാ? ഒന്ന് വെയിറ്റ് ചെയ്യും മനോഹര. അവരെത്തി. സ്വാമിമാരാണ്. ആരാ വന്നു നോക്കേ? മജീദിക്ക പോകണ്ട, അവരിങ്ങോട്ട് വരാനുള്ളവരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.